ഹായ് ഹലോ. എല്ലാവരും എന്നോട് ഈ ഡിസംബർ 20-ന് ക്രിസ്മസുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ആ സിനിമകളിൽ എല്ലാവരും എന്നോട് പറയുന്നത് നിങ്ങൾ മാർക്കോ ആദ്യം കാണുക, എന്നിട്ട് അതിനെക്കുറിച്ചുള്ള റിവ്യൂ ചെയ്യും എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംവിധായകനാണ് തമിഴിലെ വെട്രിമാരൻ എന്നത്. ഞാനത് ഇതിനു മുമ്പുള്ള കുറേ വീഡിയോകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. പുള്ളിയുടെ ഒരു പടം കൂടി ഇറങ്ങുന്നുണ്ട്. അത് മാത്രമല്ല, അത് കാണാൻ, ആ സിനിമ കാണാൻ എന്നെ പ്രേരിപ്പിക്കുന്ന മറ്റൊരു ഘടകം എന്ന് പറയുന്നത് തമിഴ് സിനിമകൾ കേരളത്തിൽ എത്തിക്കഴിഞ്ഞാൽ വലിയ പേരുകളില്ലെങ്കിൽ ഒരുപക്ഷെ ആ സിനിമ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ, മാക്സിമം പോയാൽ തന്നെ ഒരാഴ്ച ആയിരിക്കും, അത്രയും കാലം കളിക്കുമെന്നില്ല തന്നെ ഡൗട്ടാണ്. ആ രീതിയിൽ ആ സിനിമ തിയേറ്ററുകളിൽ നിന്നും എടുത്തു മാറ്റപ്പെടുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച സമയത്ത് ഷോ കിട്ടാത്ത അവസ്ഥ ഉണ്ടാവലുണ്ട്. കാരണം ആ സമയത്ത് വേറെ ഏതെങ്കിലും ഒരു സിനിമ ഇട്ട് കളിപ്പിച്ച് ഒരാഴ്ച തള്ളി നീക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് പോകാറുണ്ട്. അതുകൊണ്ട് ഞാൻ ആ സിനിമ കാണാൻ തീരുമാനിച്ചു. അത് തന്നെ ആയിക്കോട്ടെ ആദ്യം എന്നുള്ളത്. പിന്നെ എൻ്റെ പേഴ്സണലായിട്ട് കുറച്ചുള്ള തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ ദിവസം ഈ ഒരു സിനിമ മാത്രമായിട്ട് ഒതുക്കിയത്. വിടുതലൈ പാർട്ട് 2 എന്ന തമിഴ് സിനിമയ്ക്കാണ് ആദ്യമായിട്ട് പോയത്. അപ്പം അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ആ സിനിമയുടെ മുഖ്യ ആകർഷണം പറയുന്ന പോലെ തന്നെ സംവിധായകൻ വെട്രിമാരൻ തന്നെയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവർക്കും, മലയാളികൾക്കും തമിഴ്നാട്ടിലെ എല്ലാവർക്കും അഹങ്കരിക്കാവുന്ന സ്വന്തം മക്കൾ സെൽവൻ വിജയ് സേതുപതിയാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ സൂരി എന്ന കോമഡി ആക്ടറിൽ നിന്നും മെച്യൂരിറ്റി ആക്ടറായിട്ട് മാറിയ വ്യക്തിയെ കൊണ്ടുവന്ന ഒരു സിനിമ കൂടിയാണ്. പിന്നെ നമ്മുടെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം അല്ലെങ്കിൽ ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വിളിക്കുന്ന മഞ്ജു വാര്യറും സിനിമയിലുണ്ട്. ഇങ്ങനെ പിന്നീട് ഒരുപാട് നല്ല നല്ല നടന്മാർ വന്നു പോയിട്ടുണ്ട്. ഈ സിനിമ കാണേണ്ടത് ആരാണെന്ന് വെച്ചാൽ തമിഴ്നാട്ടിലെ രാഷ്ട്രീയം, തമിഴ് സിനിമയിലെ രാഷ്ട്രീയം, ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർ, അല്ലെങ്കിൽ രാഷ്ട്രീയ സിനിമ ഇഷ്ടപ്പെടുന്നവർ, ഒരുപക്ഷെ പാരഞ്ജിത്തിന്റെ സിനിമകൾ, അല്ലെങ്കിൽ ഈ പറയുന്ന വെട്രിമാരൻ്റെ തന്നെ സിനിമകൾ, അതുമല്ലെങ്കിൽ മാരി സെൽവരാജിന്റെ സിനിമകൾ, ഇങ്ങനെ ഉള്ള രാഷ്ട്രീയം പറയുന്ന ആൾക്കാരുടെ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ ഈ വിടുതലയുടെ ആദ്യ ഭാഗം കണ്ടിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായും കാണാൻ പറ്റുന്ന, അവർക്ക് അത് ഇഷ്ടപ്പെട്ടവർക്ക് തീർച്ചയായും കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് വിടുതലൈ പാർട്ട് 2. സത്യം പറഞ്ഞാൽ ഈ സിനിമ ഒരു ലാഗും ഇല്ലാതെ ഇങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കും ഈ സിനിമയിൽ എനിക്കൊന്ന് വേറെ എവിടത്തേക്കൊന്നും ചിന്തിക്കണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ചിന്തിക്കാനൊരു സ്പേസ് എനിക്ക് എവിടെയും കിട്ടിയില്ല. കാരണം വെച്ചാൽ ഇതിങ്ങനെ ആ വിജയ് സേതുപതിയുടെ ആദ്യ പാർട്ടിൽ നിന്ന് മാറിയിട്ട് വാദ്യാർ എന്ന വിജയ് സേതുപതി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിനെ കേന്ദ്രീകരിച്ചാണ് ഈ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. അയാളുടെ ജീവിതകഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നമ്മൾ അതിൽ തന്നെ എൻഗേജ് ആവും. ഒരിക്കലും ലാഗ് അടിപ്പിക്കുന്നു എന്ന് തോന്നില്ല. പക്ഷെ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ചിന്തിക്കും, ഈ സിനിമ ഇത് എവിടെയായിരിക്കും കൊണ്ട് അവസാനിക്കുക. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു, സെക്കൻഡ് ഹാഫ് കുറേ പകുതി വരെ ആയപ്പോഴും ഞാൻ ഈ സിനിമ, ഈ വിജയ് സേതുപതിയുടെ കഥ തീരുന്നില്ല, സിനിമയും തീരുന്നില്ല, ഇതെങ്ങനെയൊക്കെ ഈ സിനിമ അവസാനിപ്പിക്കൽ എന്നുള്ള ചിന്തകളിലേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. നന്നായി പറയുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയമാണ്. അത് ഇഷ്ടമുള്ളവർക്കും കൂടി ആയിരിക്കാം ചിലപ്പോൾ ഈ സിനിമ ഇഷ്ടപ്പെടുക. ഞാനൊരു പക്ഷേ ഏത് രാഷ്ട്രീയമായാലും ആ രാഷ്ട്രീയം എങ്ങനെയാണ് ഇതിൽ സിനിമയിൽ പറയുന്നത്, ആ സിനിമയിൽ എത്രത്തോളം അത് പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ ആ സിനിമയെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കിക്കാണണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെ ആ സിനിമയിൽ അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അതൊരു കാലഘട്ടത്തിന്, പഴയ കാലഘട്ടത്തിലാണ്, അത് ഒരുപാട് കാലഘട്ടം അതിൽ കാണിക്കുന്നുണ്ട്. ആ സമയത്തെല്ലാം അതിനെ നല്ല രീതിയിൽ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് സിനിമയിൽ എടുത്തു വെച്ചിട്ടുള്ളത്. അതിൻ്റെ കളർ ടോൺ ആയാലും സിനിമ എടുത്തു വെച്ചിട്ടുള്ള ക്യാമറ മൂവ്മെൻറ്റുകളായാലും എല്ലാം ആ പഴയ കാലഘട്ടത്തിനെ വളരെ നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. കേരളീയർക്ക് കുറച്ചും കൂടി ഈ സിനിമ വളരെ ഗംഭീരമായിട്ട് അനുഭവപ്പെടണമെങ്കിൽ ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. എനിക്ക് തോന്നുന്നത് വീരപ്പൻ എന്ന ഒരു വ്യക്തിയെക്കുറിച്ച് 90കളിൽ എഴുതപ്പെട്ട അല്ലെങ്കിൽ അറിയപ്പെട്ട ആ വ്യക്തിയുടെ കഥയെ നമ്മൾ ചെറുതായിട്ട് ഇതിലുള്ള വിജയ് സേതുപതിയുടെ വാദ്യാർ എന്ന ക്യാരക്ടറിലേക്ക്, അത് അങ്ങനെ തന്നെയാണ് എന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല, എങ്കിൽ കൂടിയും നമുക്ക് കണക്റ്റ് ആവാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം എന്ന് വെച്ചാൽ ഈ വീരപ്പൻ്റെ കഥയുമായിട്ട് വാദ്യാറിനെ ഉപമിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് ഈ സിനിമ ആസ്വദിക്കാൻ പറ്റും, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്ക് തോന്നിയത് പാർട്ട് 1 ഞാനിങ്ങനെ സിനിമ കാണുമ്പോൾ ചിന്തിക്കുന്നത്, ഇതെല്ലാം
സൂര്യയുടെ കുമരേശൻ എന്ന കഥാപാത്രമാണ് ഈ സിനിമ തുടങ്ങി വെക്കുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ട് എല്ലാം ആ കഥാപാത്രമാണ് കൊണ്ടുപോകുന്നത്. അതിനിടയിൽ തന്നെ ഈ കുമരേശൻ അദ്ദേഹത്തിൻ്റെ അമ്മക്ക് കത്തെഴുതുന്ന കത്തിൽ വിവരിക്കുന്നതായിട്ടാണ് പിന്നെ സിനിമയിൽ ആ കഥ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നുണ്ട്, ഇത് എപ്പോഴായിരിക്കും ഈ കത്ത് പറയുക, അതായത് ഇതൊന്നുമല്ല കുറേ കഴിഞ്ഞിട്ടാണ് ഈ കത്ത് എഴുതുന്നത് എന്നുള്ളത് നമുക്ക് തീർച്ചയാണ്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇത് എപ്പോഴായിരിക്കും, എന്തുകൊണ്ടായിരിക്കും ഇയാളിങ്ങനെ കത്ത് എഴുതുന്നത് എന്നുള്ളത് ഞാൻ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഈ പാർട്ട് 2 ക്ലൈമാക്സിലെത്തുമ്പോൾ കൃത്യമായിട്ടും നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അയാൾ ആ കത്ത് എഴുതുന്നത്, ആ കത്തിൽ എന്താണ് അയാൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു ടൈലൻ്റായിട്ട് അല്ലെങ്കിൽ ക്ലൈമാക്സ് ആയിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. കൃത്യമായിട്ടും ഈ അടുത്ത കാലത്ത് ഒരുപാട് സിനിമകൾ മറ്റേ അടുത്ത ഒരു പാർട്ടിന് വേണ്ടിയിട്ട് ബാഹുബലിക്ക് ശേഷം അല്ലെങ്കിൽ KGF ശേഷം എല്ലാ സിനിമകൾക്കും ഒരു സെക്കൻഡ് പാർട്ട് വരും എന്നുള്ള രീതിയിൽ പോകുന്നുണ്ട്. വളരെ നിരാശാജനകമായിട്ടുള്ളൊരു കാര്യമാണെന്ന് എല്ലാ റിവ്യൂവേഴ്സും പറയുന്ന രീതിയിൽ തന്നെയാണ്. കാരണം വെച്ചാൽ വെറുതെ ഒരു എൻഡില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ക്ലൈമാക്സിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്തത് കൊണ്ട് ഉണ്ടാക്കി വെച്ച ഒരു സെക്കൻഡ് പാർട്ടിൻ്റെ തീമൂല, അല്ലെങ്കിൽ വിജയിക്കാത്ത സിനിമകൾക്ക് ഒരുപാട് സെക്കൻഡ് പാർട്ടുകൾ കുമിഞ്ഞുകൂടി കിടക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് കൃത്യമായിട്ടും എന്തിനാണ് നമ്മൾ സെക്കൻഡ് പാർട്ട് ഇടുന്നത് എന്നുള്ളത് കാണിച്ചുകൊണ്ട് അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പാർട്ടിൽ കൃത്യമായിട്ടൊരു ക്ലൈമാക്സ് വെച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഈ സിനിമ എടുത്തുള്ളത്. ഇതൊരു കഥ അല്ലെങ്കിൽ ഒരു നോവലിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൽ എനിക്ക് കുറച്ച് നെഗറ്റീവായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് മഞ്ജു വാര്യറിൻ്റെ ക്യാരക്ടറാണ്. ഭയങ്കര ബോൾഡായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും മഞ്ജു വാര്യർ എന്ന വ്യക്തിയെ കേരളീയരായ നമുക്ക് അറിയുന്നത് കൊണ്ടായിരിക്കാം എനിക്ക് അത്രത്തോളം ആ ക്യാരക്ടറിലേക്ക് ഡെപ്ത് കിട്ടിയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ മഞ്ജു വാര്യർ എന്ന വ്യക്തിപരമായ കാര്യങ്ങളോ അങ്ങനെയല്ല എങ്കിൽ കൂടിയും എനിക്ക് ആ ക്യാരക്ടറിലേക്ക് മഞ്ജു വാര്യർ സ്യൂട്ടായതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതെനിക്കൊരു നെഗറ്റീവായി. കാരണം ഡയലോഗ് ഡെലിവറി ഒന്നും എനിക്കൊരു എന്തോ ഏച്ചു കെട്ടി പറയുന്നത് പോലെ ഒക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സിനിമ സർട്ടിഫിക്കേഷൻ ആണ് എന്നുള്ളത് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ സർട്ടിഫൈഡ് പടത്തിൽ പിന്നെയും, അതായത് ചോരക്കളിയും അതൊക്കെ കൊണ്ടായിരിക്കും ആ സർട്ടിഫിക്കേഷൻ വന്നത്. പക്ഷെ ആ ഭാഗങ്ങളൊക്കെ ഇവർ കൃത്യമായിട്ടും മായ്ച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഷാഡോ ഇട്ടുകൊണ്ടാണ് അത് ചെയ്തിട്ടുള്ളത്. എന്താവശ്യത്തിനാണ് അത് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം വെച്ചാൽ നമ്മളൊരു കലാസൃഷ്ടി കാണിക്കുമ്പോൾ അതിൻ്റെ ലെവലിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ഒരുപാട് കൊടികൾ, ഇങ്ങനത്തെ ഒരുപാട് ചിഹ്നങ്ങൾ, രാഷ്ട്രീയപരമായ ചിഹ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇവർ മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്. അതൊക്കെ അതിൽ വെക്കണമായിരുന്നു. കാരണം വെച്ചാൽ അതൊരു കലാസൃഷ്ടിൻ്റെ ഒരു ഇതായിരുന്നു. അങ്ങനെയാണെങ്കിൽ സിനിമയിലേക്ക് അത് കൊണ്ടുവരാതെ വെറും ഒരു കളർ കൊടിയോ മറ്റോ ആക്കിയിട്ട് കൊണ്ടുവരണമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത്രയും മറച്ചു വെച്ചിട്ട് സിനിമയുടെ ഫസ്റ്റ് ഡേ തന്നെ അങ്ങനത്തെ രീതിയിൽ ഇറക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ആ സിനിമയിൽ അങ്ങനെ ഒരു രീതിയിലെ കൊടികളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു ഐഡിയോളജിയാണ് സിനിമയിൽ കൂടി സംവിധായകൻ പറഞ്ഞു വെക്കുന്നത് എന്നുള്ളത് നമുക്ക് തീർച്ചയാണ്. ഈ സിനിമ ഇറങ്ങുന്നതിൻ്റെ തലേ ദിവസം വരെ വെട്രിമാരൻ അയാൾ എല്ലാ സിനിമകളും അങ്ങനെ തന്നെയാണ് ഇറങ്ങുന്നത്. അയാൾ തലേന്ന് ഇറക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ലിപ്സിങ് ഒരു പ്രശ്നമാണ്, അതല്ല എനിക്ക് തോന്നിയത്. തലേ ദിവസം ഒരു 8 മിനിറ്റ് ട്രിം ചെയ്തിട്ടാണ് സിനിമ ഇറക്കിയത് എന്നാണ് പറയാനുള്ളത്. അപ്പം അത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പാർട്ടിൽ ടൈലൻഡിൽ കാണിച്ചൊരു സാധനമുണ്ട്. ഗൗതം വാസുദേവമേനോനും ഇതിൽ അവസാനം വരുന്ന ഒരു ആദ്യ ഭാഗത്തിലുണ്ട് ആ പോലീസ് ക്യാരക്ടർ. ആദ്യ ഭാഗത്തിൽ അയാൾ വളരെ നല്ലവനായിരുന്നു. ആ വ്യക്തിയെ ടൈലൻഡിൽ കൊണ്ടുവരുമ്പോൾ അയാൾക്കൊരു ചേഞ്ച് ഓവർ ഉണ്ടാകുന്നുണ്ട്. ആ ചേഞ്ച് ഓവർ എന്തുകൊണ്ട് ഉണ്ടായി എന്നുള്ളത് എനിക്കൊന്ന് ഫസ്റ്റ് പാർട്ടിൽ ടൈലൻഡിൽ അടുത്ത ഭാഗത്തിൽ ഇത് വരും എന്നുള്ള രീതിയിൽ കാണിച്ച അതിലാണെന്ന് തോന്നുന്നു ആ സാധനം ഉണ്ടായത്. പക്ഷെ അത് ഈ സിനിമ ഇതിൽ അതുണ്ടായില്ല. അത് ചിലപ്പോൾ ആ 8 മിനിറ്റിൽ പെട്ടുപോയിട്ടുണ്ടാവും. പക്ഷെ അത് കാണിച്ചിരുന്നെങ്കിൽ ആ വ്യക്തിക്ക് അങ്ങനെ പെരുമാറിയതിന് ഒരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവുമായിരുന്നു. ഞാൻ പറയുന്നത് തിയേറ്ററിൽ തന്നെ പോയി കാണുക, അത് എക്സ്പീരിയൻസ് ചെയ്യുക. അതിൻ്റെ അത്ര സന്തോഷകരമായ ഒരു പരിപാടി ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എൻ്റെ ഒരു രീതി അതാണ്. ഇനി മറ്റുള്ള സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ റിവ്യൂ ചെയ്യാം എന്നാണ് പറയാനുള്ളത്. അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ.